സുഹൃത്തുക്കളെ, ഫെബ്രുവരി 24, 2020 ഇത് സാജൻ സക്രി എന്നെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധമുള്ളൊരു മനുഷ്യൻ ശിവരാത്രിയെ പറ്റി ട്രോളി. അപ്പോൾ ചില ഹൈന്ദവ ഭീകരവാദികൾ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അവൻ്റെ മൊബൈലിൽ ലൈവ് ഇടിപ്പിച്ച് അവനെ കൊണ്ട് മാപ്പറിയിപ്പിച്ചു. സ്വാഭാവികമായിട്ടും എനിക്ക് കുരുപൊട്ടി. ഞാൻ ശിവലിംഗത്തിനെ കുറച്ച് വക്രീകരിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. പിറ്റേ ദിവസം ഈ ബോക്സിംഗ് റിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിലുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ പേര് ഫ്രീ തിങ്കർ എന്നാണ്. അത് ഒറിജിനൽ ഫ്രീ തിങ്കർ അല്ല. ഞാൻ മുസ്ലിം ആയിരുന്ന കാലത്ത് ഒറിജിനൽ ഫ്രീ തിങ്കറിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. പിന്നെ എൻ്റെ വാളിൽ 2 സ്ഥലത്ത് ഞാനിത് പോസ്റ്റ് ചെയ്തിരുന്നു. തെറികളുടെ പൂരായിരുന്നു. ആ ഐ ഡി ഇന്നില്ല. അപ്പോൾ ഞാൻ കളവ് പറയുന്നതല്ല. നിങ്ങൾക്ക് മറുനാടൻ ഷാജൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഫെബ്രുവരി 24 അബ്ദുൽ ഖാദർ മറുനാടൻ മലയാളി എന്ന് ഞാൻ അടിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ നമുക്കത് കാണാം. നമസ്കാരം. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നാണ് അവൻ ഫേസ്ബുക്കിൽ അവൻ്റെ പേര് സ്വയം വിളിക്കുന്നത്. അത് അവൻ്റെ പേരാണോ എന്ന് ഉറപ്പില്ല. കാരണം അവൻ ജോലി ചെയ്യുന്നത് ഇസ്രായേലിലെ ടെൽ അവീവിലാണ് എന്ന് അവകാശപ്പെടുന്നു. അവൻ്റെ കവർ ഇമേജ് ഇസ്ലാം ഉപേക്ഷിച്ചവരുടെ സമ്മേളനം എന്നാണ്. അവൻ്റെ ഫേസ്ബുക്കിലെ പേരുകളും അവൻ്റെ പ്രൊഫൈലുകളുമൊക്കെ ഇടയ്ക്കിടെ മാറി വരാറുണ്ട്. എന്തായാലും ഈ വൃത്തികെട്ടവനെ ചെറ്റ എന്നല്ലാതെ ഒരു വാക്കുപയോഗിച്ച് വിശദീകരിക്കാൻ സാധ്യമല്ല. പരമ ചെറ്റ. ഇവൻ പുതിയങ്ങാടിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ ജീവിയാണോ എന്ന് കണ്ടെത്തേണ്ടത് പുതിയങ്ങാടിയിലെ മനുഷ്യസ്നേഹികളാണ്. ഇവൻ ആവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ പരമദ്രോഹിക്ക്, വൃത്തികെട്ടവന് 3125 ഫോളോവേഴ്സും 100 കണക്കിന് ഫ്രണ്ട്സുമുണ്ട്. നിർഭാഗ്യവശാൽ അതിൽ 18 പേർ എൻ്റെ കൂടി ഫ്രണ്ട്സാണ് എന്ന് കാണിക്കുന്നു. ഞാൻ നോക്കുകയാണ്. ഈ 18 പേര് ഇവൻ്റെ സൗഹൃദവുമായി മുൻപോട്ട് പോകാനാണെങ്കിൽ അവരെ എനിക്കും അൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എനിക്ക് കാണിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കുക. എൻ്റെ ഐ ഡി പോയി. അത് ശിവലിംഗത്തിൻ്റെ പ്രശ്നത്തിലല്ല, അയ്യപ്പൻ്റെ പ്രശ്നത്തിലാണ് എൻ്റെ ഐ ഡി കേരളത്തിലെ സർക്കാർ തന്നെ തൂക്കിക്കളഞ്ഞത്. കേരളത്തിലെ ഏറ്റവും ശക്തനായ ദൈവം അയ്യപ്പനാണെന്നുള്ള കാര്യം വേറെയാണ്. അപ്പോൾ ഇതെന്തായാലും ഷാജൻ പറയട്ടെ ബാക്കി. കാണിക്കുന്നത് പോലും നിയമവിരുദ്ധമായതുകൊണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. 9 മണിക്കൂർ മുൻപ്, ഞാനിപ്പോൾ ഇത് വായിക്കുന്നത് 9 മണിക്കൂർ മുൻപ്, അതായത് ഇത് ഇന്നലെ രാത്രിയിൽ ഇട്ടതാണ്. സാധനം ഇലക്ട്രിക് ആണ്, താഴെ സ്പീഡ് കൺട്രോൾ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഇതാണ് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു ഇമേജ് ആണ്. ഇമേജ് അവൻ ഉണ്ടാക്കിയതാണോ, അവന് മറ്റേതെങ്കിലും രാജ്യദ്രോഹികൾ ഉണ്ടാക്കി കൊടുത്തതാണോ എന്നറിയില്ല. അത് ഒരു ശിവലിംഗത്തിൻ്റെ ചിത്രമാണ്. കൃത്യമായ ശിവലിംഗത്തിൻ്റെ ചിത്രം. അതിൻ്റെ താഴെയാണ് അവൻ ഇലക്ട്രിക് സ്വിച്ച് എന്ന് പറയുന്ന സാധനം. അവൻ്റെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു, മുതിർന്ന സ്ത്രീകൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ലഭ്യമാണ്, ബന്ധപ്പെടുക, ഫോൺ നമ്പർ. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഒറിജിനൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും അവൻ മതവിദ്വേഷം ഉണ്ടാക്കാനും മതകലാപം ഉണ്ടാക്കാനും ഈ നാടിനെ കുട്ടിച്ചോറാക്കാനും ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അനേകം ഹിന്ദു സഹോദരന്മാർ എനിക്ക് പോസ്റ്റ് ഇട്ട് എന്നോട് പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു നോക്കിയതും കണ്ടതും. അല്ലാതെ ഞാൻ ഫോളോ ചെയ്യുകയോ ഇങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തു പോലുമില്ല. പക്ഷേ എൻ്റെ ഹിന്ദു സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നിത് ഫേക്ക് അക്കൗണ്ട് ആവാനാണ് 100% സാധ്യത. കാരണം ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരിശോധിച്ച് നോക്കുക. അവൻ കാലാകാലങ്ങളിൽ അവൻ ഒരു പരിഹാസത്തിന്റെ 1 മില്യൺ വ്യൂസ് ആട്ടോ. അതിനൊക്കെ മറുനാൾ ഷാജനോട് എനിക്ക് നന്ദിയുണ്ട്. രൂപത്തിൽ വേഷം മാറാറുണ്ട്. അപ്പോൾ ഇവൻ ഒറിജിനൽ സുഡാപ്പിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞാൻ സുഡാപ്പി എന്ന് പറയുന്നത് SDPIയോ പോപ്പുലർ ഫ്രണ്ടിനെ ഉദ്ദേശിച്ചല്ല. സുഡാപ്പി എന്ന് പറയുന്ന അശ്ലീല പദം ഉപയോഗിക്കുന്നത് മൗലികവാദികളായ, ഫണ്ടമെന്റലിസ്റ്റുകളായ, തീവ്രവാദികളായ, ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന മനുഷ്യനല്ലാത്തവരെയാണ് സുഡാപ്പികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അവനാണ് എന്ന് അവൻ്റെ മൊത്തം ഫീച്ചറുകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷെ പരിഹാസത്തിൻ്റെ ഭാഷ, അതായത് ഇസ്രായേലിൽ താമസിക്കുന്നു എന്ന് പറയുന്നത്, ഇവൻ്റെ ലക്ഷ്യം കലാപമുണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പേരിൽ വികാരം കൊള്ളാതിരിക്കുക. കാരണം ഇത്തരം അശ്ലീലങ്ങൾ, ഇത്തരം അധമന്മാർ, തീട്ടത്തേക്കാൾ വൃത്തികെട്ട മണമുള്ള ഇത്തരം ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹിഷ്ണുത പാലിക്കുക, ഇതിനെ ഗൗരവമായി എടുക്കാതിരിക്കുക. ഇതൊരു മുസ്ലിം അല്ല, ഇതൊരു ഇസ്ലാം വിശ്വാസിയല്ല, ഇതൊരു സംഘടനയുടെ പ്രതിനിധിയല്ല, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു ഭീകരൻ, ഒരു വൃത്തികെട്ട വിഷ ജന്തു.
മനുഷ്യനായി പോലും കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ വികാരഭരിതമായി കരുതേണ്ടതില്ല. മാത്രമല്ല, ഇവനെതിരെ നടപടി ഉണ്ടാവുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. കാരണം ഇത്തരം വൃത്തികെട്ടവന്മാർക്കെതിരെ നടപടി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ 153A എന്ന നിയമം IPC എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ വാർത്ത വായിച്ച വേണു ബാലകൃഷ്ണനെതിരെയും സമരം നടത്തിയ റെഹാന ഫാത്തിമയ്ക്കെതിരെയും അല്ലെങ്കിൽ സുരേന്ദ്രനെതിരെയും ഒക്കെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പോലീസ് ഇതെന്തായാലും കണ്ടില്ലെന്ന് നടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ കേസെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഥവാ ഇതിന്റെ പേരിൽ കേസെടുക്കാൻ കേരള പോലീസിനോ പിണറായി വിജയനോ ധൈര്യമില്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട, ഈ പോലീസ് സുഡാപ്പികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. പോലീസ് ഇസ്ലാമിക ഭീകരവാദ മൗലികവാദികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഒരു തർക്കവും ഇക്കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഇവൻ ഫേക്ക് ആണെങ്കിലും കണ്ടുപിടിക്കാം. ഫേസ്ബുക്ക് ആയതുകൊണ്ട് ഫേസ്ബുക്കിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അവരെ പിടിക്കാൻ പറ്റി. ഇവൻ അഴിക്കുള്ളിലാവണം. കാരണം 153A എന്ന് പറയുന്ന നിയമം എഴുതി വെച്ചിരിക്കുന്ന അന്നത്തെ സായിപ്പ് 1874 ഈ നിയമം ഉണ്ടാക്കുന്നത്, IPC ഉണ്ടാക്കുന്നത് സായിപ്പ്. അന്നത്തെ സായിപ്പിന്റെ തലയിൽ ഉണ്ടായ കൃത്യമായ വെളിച്ചം ഇവനെ പോലുള്ള രാജ്യദ്രോഹികളെ കണ്ടുകൊണ്ടാണ്. വെറുതെ അഭിപ്രായം പറയുന്നവർക്ക് വേണ്ടി അല്ല, ഇത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അകത്ത് എക്സ്ക്യൂസുകൾ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അടിയന്തരമായി ഇവനെ കണ്ടെത്തുക. ഇവൻ ഒറിജിനൽ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവനെ പൊക്കുക. ഇവൻ ഫേക്ക് ആണെങ്കിൽ ഇവൻ ആരാണ് എന്ന് കണ്ടെത്തുക. ഒരു കാര്യം ഓർക്കുക, സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം അധമന്മാരാണ്, തീട്ടജന്മങ്ങളാണ്. കാരണം ഈ പട്ടിത്തീട്ടങ്ങൾ ഇത് ഇങ്ങനെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഫേക്ക് അഡ്രസ്സിൽ ഇവൻ ഏത് അഡ്രസ്സിൽ ഏത് രാജ്യത്ത് ഒളിഞ്ഞിരുന്നാലും പിടിച്ചേ മതിയാവൂ, അകത്തിട്ടേ മതിയാവൂ. പിണറായി വിജയൻ ഏറ്റെടുക്കണം വെല്ലുവിളിയായി, ലോക്നാഥ് ബെഹ്റ ഏറ്റെടുക്കണം വെല്ലുവിളിയായി. ഇത്തരം അധമന്മാർ ഇരുമ്പഴി എണ്ണുന്നിടത്താണ് നീതി നമ്മുടെ നാട്ടിൽ നടപ്പിലാവുന്നു. അതുകൊണ്ട് ഹിന്ദു സഹോദരന്മാർ വേദനിക്കാതിരിക്കുക. ഇവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് കഴിയുകയില്ല. ഇവനെ സംരക്ഷിക്കാൻ പിണറായിക്കോ CPM-നോ സുഡാപ്പികൾക്കോ കഴിയുകയില്ല. അതുകൊണ്ട് ഇവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ പോലീസിനെ അറിയിക്കുക, പരാതി കൊടുക്കുക. ഇവൻ നിയമത്തിന് മുൻപിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇത് ഫെബ്രുവരി 24 മുതിർന്ന സ്ത്രീകൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ ഏപ്രിൽ 24 ഞാൻ അകത്തായതും ഇദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളും അപരിഷ്കൃതമാണെന്ന തരത്തിൽ കളിയാക്കൽ, മുഹമ്മദ് നബിയെയും വെറുതെ വിട്ടില്ല. അതോടെ ശിവലിംഗത്തെ സെക്സ് ടോയ് അഭിമുഖിച്ചും ആക്ഷേപം, സഹികെട്ട പരാതികൾ പോലീസിലേക്കും, ഒടുവിൽ യുക്തിവാദിയെ പൂട്ടി ദുബായ് പോലീസ്. അപ്പോൾ ഞാൻ അകത്തായതിൽ എല്ലാ മതക്കാർക്കും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്നെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. ചില പ്രത്യേക മതക്കാർക്ക് മാത്രം എന്നോട് ദേഷ്യം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് വിഷമം വരിക.